ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഇൻ എവറിഡേ ലൈഫ് എന്ന ചാപ്റ്റർ അല്ലേ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസുകളാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാപ്റ്റർ ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടാവുമെന്ന് മിസ്സിന് അറിയാം. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസുകൾ നോക്കണം. അപ്പൊ നമുക്ക് MCQ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. റെഡി അല്ലേ? അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് അല്ലേ. നമുക്ക് ഇതാണോ അതാണോ ആൻസർ എന്നുള്ള സംശയം നിങ്ങൾക്ക് വരാറുണ്ട്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ ക്വസ്റ്റ്യൻസുകളിൽ നോക്കിയിട്ട് ഇപ്പൊ സെറ്റ് ആക്കാം. റെഡി അല്ലേടാ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻ ടു ഇറ്റ്സ് വേപ്പർ ഈസ് കോൾഡ് ഡാഷ്. ഇവാപറേഷൻ ആണോ, കണ്ടൻസേഷൻ ആണോ, ഗട്ടേഷൻ ആണോ, ട്രാൻസ്പിറേഷൻ ആണോ ചോദിച്ചു. ഏതാണ് മക്കളെ വരുന്നത്? കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻ ടു വേപ്പർ ആയിട്ട് മാറുക പറയുമ്പോൾ വെള്ളത്തെ ചൂടാക്കി നീരാവിയാക്കി മാറ്റുക അല്ലെങ്കിൽ വേപ്പർ ആക്കി മാറ്റുക പറയുമ്പോൾ ആൻസർ വരുന്നത് ഇവാപറേഷൻ ആണ്. ഒന്നാമത്തെ ആൻസർ ആണ്. അപ്പൊ എന്താണ് ഇവാപറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വെള്ളം എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അല്ലെ. വെള്ളം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ്. അപ്പൊ നമ്മള് ഷുഗർ സൊല്യൂഷൻ എടുത്താൽ, സോൾട്ട് സൊല്യൂഷൻ എടുത്താൽ, എന്തോ ആയിക്കൊള്ളട്ടെ, ഉപ്പ് വെള്ളം ആണെങ്കിലും പഞ്ചസാര വെള്ളം ആണെങ്കിലും വെള്ളം തന്നെയാണ്. അപ്പൊ അതിനകത്ത് എന്താണ് കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ വെള്ളമാണ് ചൂടാക്കുന്ന സമയത്ത് എന്തായിട്ട് മാറാം? വേപ്പറായിട്ട് മാറുക അല്ലെ. വെള്ളം ചൂടായിട്ട് നീരാവി ആയിട്ട് വേഗം വേപ്പറായിട്ട് മാറും. ബാക്കിയുള്ള ഉപ്പ് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പും വെള്ളവും വേർതിരിക്കുന്നത്. ഇവാപറേഷൻ എന്ന മെത്തേഡില് ലിക്വിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. അതാണ് ഇവാപറേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇനി അടുത്തത് എന്ന് പറയുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Paheli brought some vegetables such as French peas, lady's finger, green chili, brinjal, potato, all mixed in bag. Which of the following method is separation would be most appropriate for her to separate them? Winnowing ആണോ, സേവിങ് ആണോ, ത്രഷിങ് ആണോ, ഹാൻഡ് പിക്കിംഗ് ആണോ? കുറേ സാധനങ്ങൾ, എന്തൊക്കെയോ സാധനങ്ങൾ, ലേഡീസ് ഫിംഗറും ഗ്രീൻ ചില്ലിയും ബ്രിഞ്ചാലും അതേപോലെ ബീൻസും പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, ഇവർ മിക്സ് ചെയ്തിട്ട് ഒരു സഞ്ചിക്കകത്ത് വെച്ചിട്ടുണ്ട്. അതേ നിന്ന് ഈ സാധനങ്ങൾ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുക? നമ്മുടെ വീട്ടുകളിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക? അപ്പൊ നമ്മുടെ വീട്ടിലെ മോളിന്നോ എവിടുന്നോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എല്ലാം ഒരു കവറിലാക്കി സെറ്റാക്കി കൊണ്ടുവന്നാലും നമ്മൾ അത് എന്ത് ചെയ്യും? ഓരോന്നും കയ്യിൽ എടുത്തെടുത്ത് മാറ്റി സെക്ഷനാക്കി വെക്കുക ചെയ്യാലേ. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ് പിക്കിംഗ് തന്നെയാണ്. കാര്യം നമ്മൾ എന്താ വെച്ചാൽ പല സാധനങ്ങളും നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇതിൽ വെജിറ്റബിൾസ് ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ബീൻസ് ഒരു ഭാഗത്ത്, ലേഡീസ് ഫിംഗർ ഒരു ഭാഗത്ത് പറഞ്ഞാൽ നമുക്ക് ഈസിയായി സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ പരിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മരിക്കകത്തും കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ, വലിയ കല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ ഗ്രീൻ ഗ്രാമും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നു വെച്ചു. ഇപ്പൊ കടലയും നിലക്കടലയും കൂടെ, അതൊന്നും തന്നെയാണല്ലോ, കടലയും അല്ലെങ്കിൽ ഉഴുന്നും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കടല സെപ്പറേറ്റ് ചെയ്യാം, ഉഴുന്ന് സെപ്പറേറ്റ് ചെയ്യാം, ഹാൻഡ് പിക്കിംഗ് യൂസ് ചെയ്താൽ മതി. ഇതൊക്കെ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ബോജോ ഗ്രാൻഡ് മദർ is suffered from diabetes. Doctor advised to take lassi with less fat content. Which of the following method is used for appropriate for ബോജോ? അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ബോജോന് പറ്റിയ സെറ്റ് ഏതാന്ന് ചോദിച്ചു. ഫിൽട്രേഷൻ ആണോ, ഡിക്കാൻറ്റേഷൻ ആണോ, ട്യൂണിങ് ആണോ, വിനോയിങ് ആണോ? ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ ട്യൂണിങ് ആണ് അല്ലെ. എന്താ മക്കളെ, ഇവിടെ ലസ്സി ഉണ്ടാക്കുക പറയുമ്പോൾ നമുക്ക് തൈര് ഉണ്ടാക്കണം, കേർഡ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. കേർഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം കടഞ്ഞെടുക്കുകയാണ് ചെയ്യുക അല്ലെ, ട്യൂണിങ് ചെയ്യാണ് ചെയ്യുക. പണ്ട് കാലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തൈര് കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണ ഉണ്ടാക്കുക, ബട്ടർ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കുന്നു. ഇതൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്തിരുന്ന കാര്യമായിരുന്നു. ഇപ്പോഴാണ് വീടുകളിലൊന്നും ശരിക്കും പറയുന്നത് കാണാനില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ പോയി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള മെത്തേഡ് ഓഫ് സെപ്പറേഷൻസ് ഉണ്ട്. ഹാൻഡ് പിക്കിംഗ് ഉണ്ട്, ത്രഷിങ് ഉണ്ട്, ട്യൂണിങ് ഉണ്ട്, അതേപോലെ തന്നെ വേറെ ഇവാപറേഷൻ ഉണ്ട്. അങ്ങനെ പല മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കുക. ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളായിട്ട് ഇനിയും മിസ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അതുവരേക്കും ബൈ, സീ യു ഡിയേഴ്സ്, ബൈ.